എല്ലാ കുട്ടികൾക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വൺ പീസിൽ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. അതിലിപ്പോഴും പലരും വളരെ അറിയാൻ ആഗ്രഹിക്കുന്ന മിസ്റ്ററീസ് പലതും ഉണ്ട്. ആ മിസ്റ്ററീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും കൂടുതൽ ചാനലിൻ്റെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടുതൽ അനബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിൽ 7th പ്ലേസിൽ വരുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിന് എങ്ങനെ 2 ഡബിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റിയത്. ഇത് നമ്മൾ വൺ പീസിൽ ഇപ്പോൾ മെറീൻ ഫോർട്ട് ആർക്കിന് ശേഷമാണ് നമ്മൾ കണ്ടതെങ്കിലും നമ്മുടെ വൺ പീസിൽ നമുക്കറിയാം ആർക്കും തന്നെ 2 ഡബിൾ ഫ്രൂട്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ബ്ലാക്ക് ബീഡ് കഴിച്ച്. അപ്പോൾ ഇതിനുള്ളിലെ രഹസ്യം എന്താണെന്ന് ഇതുവരെ നമ്മുടെ ഓർഡർ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ വൺ പീസിൽ ഇപ്പോഴും വലിയൊരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുകയാണ്. അതറിയാൻ പല ആൾക്കാർക്കും താല്പര്യമുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇതുവരെ അതിനെപ്പറ്റി ഒരു ക്ലൂ പോലും നമ്മുടെ ഓർഡർ തന്നിട്ടില്ല. പിന്നെ ലിസ്റ്റിൽ 6th പ്ലേസിൽ വരുന്നത് മറ്റൊന്നുമില്ല, നമ്മുടെ ഡെവിൽ ഫ്രൂട്ട്സിൻ്റെ ഒറിജിൻ. നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഡെവിൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അതിൽ പല ടൈപ്പ് ഡെവിൽ ഫ്രൂട്ട്സ് ഉണ്ട്. എന്നിരുന്നാലും ഇതുവരെ നമ്മുടെ ഡെവിൽ ഫ്രൂട്ട്സിൻ്റെ ഒറിജിനോ അല്ലെങ്കിൽ ഡെവിൽ ഫ്രൂട്ട് എങ്ങനെയാണ് ഉണ്ടായതെന്നോ ഇത് ഒന്നും തന്നെ നമ്മുടെ വൺ പീസിൽ ഇതുവരെ റിവീൽ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ പങ്കസാഡിൽ ഒരു ഡെവിൽ ഫ്രൂട്ടിൻ്റെ ക്രിയേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ തന്നെയായിരിക്കും ബാക്കിയുള്ള ഡെവിൽ ഫ്രൂട്ട്സും ഉണ്ടായതെന്ന് നമുക്ക് വിചാരിക്കാം. ഈ ലിസ്റ്റിൽ 5th പ്ലേസിൽ വരുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ മദർ അല്ലെങ്കിൽ അമ്മ ആരാണെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. നമുക്കറിയാം എല്ലാ സ്റ്റോറിയിലും നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ അമ്മേനെയോ ഫാദറിനെയോ എപ്പോഴെങ്കിലും സ്റ്റോറിയിൽ എത്തുമ്പോൾ റിവീൽ ചെയ്യും. പക്ഷേ ഇതുവരെയായിട്ട് വൺ പീസിൽ നമ്മുടെ ലൂഫിൻ്റെ മദറിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല. നമുക്കറിയാം നമ്മുടെ ലൂഫിയുടെ ഫാദർ നമ്മുടെ റെവല്യൂഷണറി ആർമിയുടെ ഹെഡായ നമ്മുടെ ഡ്രാഗനാണ്. എന്നാൽ ലൂഫിയുടെ മദറിനെ കുറിച്ച് നമ്മുടെ സ്റ്റോറിയിൽ ഇതുവരെ മെൻഷൻ പോലും ചെയ്തിട്ടില്ല. ലൂഫിയുടെ മദറിനെ കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്. നമ്മളെ ക്രോക്കഡൈലാണ് നമ്മുടെ ലൂഫിയുടെ മദർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലൂഫിയുടെ മദറിനെ കുറിച്ച് പെർട്ടിക്കുലറായിട്ട് ഇതുവരെ സ്റ്റോറിയിൽ ഒരു ഭാഗത്ത് പോലും മെൻഷൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ 4th പ്ലേസിൽ വരുന്നത് ഹൂ ഈസ് ഇമൂസാമ. ഇമൂസാമയുടെ ട്രൂ ഐഡൻറ്റിറ്റി ഇതുവരെ ആണാണോ പെണ്ണാണെന്ന് പോലും നമുക്കറിയില്ല. എല്ലാവരും പറയുന്നത് പെണ്ണാണെന്നാണ്. നമ്മുടെ നെഫർട്ടൽ ലില്ലിയാണ് ഇമൂസാമ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തിയറീസ് മാത്രമാണ്. പക്ഷേ ഇമൂസാമയുടെ ട്രൂ ഐഡൻറ്റിറ്റി ഇതുവരെ റിവീൽ ആയിട്ടില്ല. ചില തിയറീസിലൊക്കെ പറയുന്നത് ഇമൂസാമ ഒരു മോൺസ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു ഡെവിലാണ്, അല്ലെങ്കിൽ സാധാ ഒരു മനുഷ്യനാണ്, നമ്മുടെ ജോയ് ബോയുടെ ക്രൂവിലെ മെമ്പറായിരുന്നു, ജോയ് ബോയിനെ ചതിച്ചതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഇമൂസാമേൻ്റെ ട്രൂ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ ഇമൂസാമേൻ്റെ ഫാമിലിനെ കുറിച്ചോ ഒന്നും തന്നെ ഇതുവരെ നമ്മുടെ വൺ പീസിൽ റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ ലിസ്റ്റിൽ 3rd പ്ലേസിൽ വരുന്നത് വാട്ട് ഈസ് വിൽ ഓഫ് ടി. എന്താണ് വിൽ ഓഫ് ടി? നമ്മുടെ വൺ പീസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വിൽ ഓഫ് ടി. നമുക്കറിയാം ഡി എന്ന് പറയുന്നത് പല പേരിലും നമ്മൾ കണ്ടിട്ടുണ്ട്. റോജറിൻ്റെ പേരായിക്കോട്ടെ, അതുപോലെ ലൂഫിയുടെ പേര് ഡ്രാഗൻ, അതുപോലെ ഗാർപ്പ്, ഇവരൊക്കെ നമ്മുടെ സ്റ്റോറിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടിയാണ്. ഇവരുടെയൊക്കെ പേരിൽ നമ്മൾ ഡി കണ്ടിട്ടുണ്ട്. ഈ ഡി എന്താണെന്ന് ഇതുവരെ നമ്മുടെ സ്റ്റോറിയിൽ റിവീൽ ചെയ്തിട്ടില്ല. നമ്മുടെ ലോയുടെ ലക്ഷ്യം തന്നെയാണ് ഡീൻ്റെ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. പക്ഷേ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും തന്നെ നമ്മുടെ സ്റ്റോറിയിൽ മതിയായിരിക്കും മെൻഷൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇനി നമുക്ക് സ്റ്റോറി മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും നമുക്ക് ഡീനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ ജോയ് ബോയുടെ ക്രൂ മെമ്പേഴ്സാണ് ഈ ഡി ക്ലാനിൽ പെടുന്നതെന്ന്. നമുക്കറിയാം ജോയ് ബോയുടെ ക്രൂവിൻ്റെ പേര് ഡോൺ പാരറ്റ്സ് എന്നായിരിക്കൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷേ ഈ തീരെ സത്യമാകാം, പക്ഷേ ഒരുപക്ഷെ സത്യമാകാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും അത് നമുക്ക് സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. എന്തായാലും ഫ്യൂച്ചറിൽ നമുക്ക് അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. എന്തായാലും ഉടൻ തന്നെ നമുക്ക് ഡീനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റിയേക്കും. പിന്നെ ലിസ്റ്റിൽ 2nd പ്ലേസിൽ വരുന്നത് മറ്റൊന്നുമല്ല, വാട്ട് ഈസ് വൺ പീസ്. നമുക്കറിയാം വൺ പീസിൻ്റെ പേര് തന്നെ വൺ പീസ് എന്നാണ്. പക്ഷേ വൺ പീസ് എന്താണെന്ന് ഇതുവരെ ഒരു ക്ലൂ പോലും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറിയിൽ ഒന്നാം സ്ഥാനം എന്തായാലും നമ്മുടെ വൺ പീസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നുണ്ട് നമ്മുടെ വൺ പീസ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ബെങ്കുറ്റാണ്, അതുപോലെ എന്തെങ്കിലും ആണെന്നാണ് പലരും പറയുന്നത്. വൺ പീസിനെ കുറിച്ച് ഒരുപാട് തിയറീസ് നമുക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഇതൊന്നും സത്യമാകാൻ ചാൻസ് ഇല്ല. നമുക്കറിയാം നമ്മുടെ ഓട എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനം വൺ പീസ് ആക്കാൻ ചാൻസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഇതും നമുക്ക് വൺ പീസ് കഴിയുന്നത് വരെ കാത്തിരുന്നാലേ നമുക്ക് വൺ പീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ലിസ്റ്റിൽ 1ാമത്തെ മിസ്റ്ററിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചേക്ക്. എന്നാൽ ഞാനിത് 1ാമത്തെ കാര്യം പറയുന്നത്, ഹൂ ഈസ് സ്നൈപ്പർ കിങ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചാനൽ ഒന്നുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ബാക്കടിച്ച് പോയിക്കോ, ലൈക്ക് ഇട്ട് ബാക്കടിച്ച് പോവുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ബാക്കടിച്ച് പോവുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമെത്തും. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.